തെറ്റാണ്. അത് നിങ്ങൾ പറയുന്നതാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഞാൻ അന്ന് നിന്നത്, ഇന്ന് നിൽക്കുന്നത്. ആ കുട്ടിക്കെതിരെയുള്ള കേസ് എത്രയും പെട്ടെന്ന് ശിക്ഷിച്ച് പ്രതികളെ ജയിലിലാക്കണം. 8 വർഷമായിട്ട് ആ പൾസർ സുനി ഇപ്പോൾ ഇറങ്ങി വെളിയിൽ നടക്കുകയാണ്. ജനങ്ങളുടെ നന്മയും മേന്മയും വികസനവുമാണ് ലക്ഷ്യം, അല്ലാതെ തൂക്കലും ഡ്രെയിനേജ് പൊട്ടിയും നന്നാക്കലും ഒന്നും അല്ല. നിങ്ങൾ ഈ കൗൺസിലർ സ്ഥാനം മോശമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്. പട്ടി ചത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആസ് എ IPS ഓഫീസർ, ആസ് എ DGP ഞാൻ റോഡിൽ നിന്ന് പട്ടിയെ കൈകൊണ്ട് എടുത്ത് മാറ്റുന്നത് കണ്ടിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ. പബ്ലിക് വെബിന് എടുക്കുമ്പോൾ മാഡത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാഡത്തിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, മാഡം എന്ന് ഞങ്ങൾ വിളിക്കേണ്ടി വരും. അതിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? മാഡത്തിനെ ആക്സസ് ചെയ്യാൻ പ്രയാസമില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലും പോയി ഞാൻ ശ്രീലേഖ എന്ന് സ്വയം പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. മാഡം എന്ന് നിങ്ങൾ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ സാറെന്നോ മാഡെന്നോ വിളിക്കാറില്ല. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ സാറെന്നോ മാഡെന്നോ വിളിക്കാറില്ല. ഒരിക്കലെങ്കിലും സേവനം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഞാൻ. നിങ്ങൾ വിളിക്കുന്നതിലല്ല കാര്യം, സേവന സന്നദ്ധതയിലാണ് കാര്യം. ഒരു ആളെ എന്ത് പേര് പറഞ്ഞ് വിളിക്കുന്നു എന്നുള്ളത് ഇറലവൻ്റ് ആണ്. ഒരാൾക്ക്, ഒരു DGPക്ക് കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് താഴേക്കിടയിൽ നിന്ന് മത്സരിക്കാൻ കാണിച്ച ഈ സന്നദ്ധതയില്ലേ, അത് അവരെ സേവനം ചെയ്യാനുള്ളൊരു സന്നദ്ധതയാണ്. ജനം മനസ്സിലാക്കുന്നുണ്ട്, ചില മീഡിയക്കാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഒരു ഡ്രെയിനേജ് പൊട്ടിക്കിടക്കുവാണെങ്കിൽ ശ്രീലേഖ മാഡം ഇവിടെ വന്ന് നിന്ന് ചെയ്തു തരുമോ? ഏത് കൗൺസിലർ ആര്യ രാജേന്ദ്രൻ ചെയ്തു കൊടുക്കുമോ? ജനങ്ങൾക്കുള്ള ഉത്തരം ശ്രീലേഖ ചെയ്യിക്കും, ഉറപ്പ്. ഒരിക്കൽ മാഡം പറയുന്നുണ്ടായിരുന്നു, എവിടെ എൻ്റെ കയ്യിൽ ഒരു ചൂലെടുത്ത് വന്നിട്ട് ഈ മുറ്റം തൂക്കാൻ പറഞ്ഞാൽ ഞാൻ തൂക്കുന്നത് പോലെ വൃത്തിയായിട്ട് ആരും തൂക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ജനങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഏൽപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞാൻ പേട്ട PFA തുടങ്ങിയ ആനിമൽ റൈറ്റ്സ്, ആനിമൽ ലവിങ് അസോസിയേഷനിൽ ജോലി ചെയ്യുന്നയാളാണ്. പട്ടി ചത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആസ് എ IPS ഓഫീസർ, ആസ് എ DGP ഞാൻ റോഡിൽ നിന്ന് പട്ടിയെ കൈകൊണ്ട് എടുത്ത് മാറ്റുന്നത് കണ്ടിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ. അത് വേറെ ആരും ചെയ്യില്ലായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചൂലെടുത്ത് തന്ന് സ്വീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ ആസ് എ കൗൺസിലർ അത് ചെയ്യേണ്ട കാര്യമില്ല. കൗൺസിലറിന് അതൊക്കെയാണോ ജോലി? കൗൺസിലറിന് നല്ല ജോലിയാണുള്ളത്. നിങ്ങൾ ഈ കൗൺസിലർ സ്ഥാനം മോശമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്. കൗൺസിലർ സ്ഥാനം മോശമല്ല, അത് സേവനത്തിൻ്റെ ഉയർന്ന തട്ടിൽ നിൽക്കുന്നതാണ്. ജനങ്ങളുടെ നന്മയും മേന്മയും വികസനവുമാണ് ലക്ഷ്യം, അല്ലാതെ തൂക്കലും ഡ്രെയിനേജ് പൊട്ടിയും നന്നാക്കലും ഒന്നും അല്ല. അത് ഉണ്ടാവാതിരിക്കുക എന്ന് നോക്കലാണ് ലക്ഷ്യം. അതെ, ഡ്രെയിനേജ് പൊട്ടാതിരിക്കുക, പൈപ്പ് കുടിവെള്ളം പൊട്ടാതിരിക്കുക, പട്ടികൾ ഉണ്ടാവാതിരിക്കുക, മാലിന്യം ഇല്ലാതിരിക്കുക. അത് ചെയ്യുന്ന കൗൺസിലർ വരണം. അതിന് BJPക്ക് സാധിക്കും. ഇത്രയും 40 വർഷമായിട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ദിലീപിൻ്റെ കേസിൽ ദിലീപിനൊപ്പം നിന്നു, അതിജീവിതയ്ക്കൊപ്പം നിന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് നിങ്ങൾ പറയുന്നതാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഞാൻ അന്ന് നിന്നത്, ഇന്ന് നിൽക്കുന്നത്. ആ കുട്ടിക്കെതിരെയുള്ള കേസ് എത്രയും പെട്ടെന്ന് ശിക്ഷിച്ച് പ്രതികളെ ജയിലിലാക്കണം. 8 വർഷമായിട്ട് ആ പൾസർ സുനി ഇപ്പോൾ ഇറങ്ങി വെളിയിൽ നടക്കുകയാണ്. അയാൾക്ക് അത് നടക്കാനുള്ള അവകാശമുണ്ടോ? കുറ്റം ചെയ്ത പ്രതികളെല്ലാം ത്വരിതഗതിയിൽ ശിക്ഷിക്കപ്പെടണം. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷേ നിരപരാധികളെ കൊടുക്കാൻ പാടില്ല. അത് മാത്രം ഞാൻ പറഞ്ഞു. കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സമയത്ത് ഈ കേസിനെ കുറിച്ച് അധികാര സ്ഥാനത്തിരുന്ന മാഡം സംസാരിച്ചത് ശരിയായില്ല എന്ന് ഞാനിപ്പോൾ സംസാരിച്ചില്ല. പഴയ കാര്യം കേസ് ഞാൻ തെരഞ്ഞെടുപ്പിന് വരുന്നതിന് മുമ്പ്, ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ YouTube ചാനലിലൂടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അന്വേഷിച്ച കേസുകളെക്കുറിച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞതെടുത്ത് വളച്ചൊടിച്ച് വക്രീകരിച്ച് നിങ്ങളാണ് അത് ആയുധമാക്കി എനിക്കെതിരെ ഉപയോഗിക്കുന്നത്. സന്തോഷം ഈ ഹൈപ്പ് എനിക്ക് തരുന്നതിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.